ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എവിടെയാണ് ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്, എവിടേക്കെയാണ് ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്, ഇത് കൂടാതെ പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള ട്രിക്സ് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം ഇത് ഏത് ടെൻസിൽ വരുമ്പോഴാണ് ഡിഡ് ഉപയോഗിക്കുന്നത്, ഏത് ടെൻസിൽ വരുമ്പോഴാണ് ഹാവ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോഴാണ് ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഡിഡ് യു ലോക്ക് ദ ഡോർ, ഹാവ് യു ലോക്ക് ദ ഡോർ. ഇവ രണ്ടിൻ്റെയും അർത്ഥം വാതിൽ പൂട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഞാനൊരു സിറ്റുവേഷൻ പറയാം, അതിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട് പൂട്ടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിലെത്തിയ ശേഷം അവർക്കൊരു ഡൗട്ട്. അപ്പോൾ വൈഫ് ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ്, വീട് പൂട്ടിയായിരുന്നോ? ആ ഒരു സിറ്റുവേഷൻ ഡിഡ് യു ലോക്ക് ദ ഡോർ എന്നാണ് ചോദിക്കേണ്ടത്. എന്നാൽ ഡോറ് ലോക്ക് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം വൈഫിനൊരു ഡൗട്ട്, ഡോർ ശരിക്കും ലോക്ക് ചെയ്തോ എന്ന് ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് ഹാവ് യു ലോക്ക് ദ ഡോർ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാം എപ്പോഴാണ് ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ, അതായത് കഴിഞ്ഞൊരു സമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞ ഒരു ആക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. എന്നാൽ ഹാവ് തൊട്ട് മുമ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു ആക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ കാണാം. ഈ ഒരു സെന്റൻസ് നോക്കൂ. ഡിഡ് യു സീ ദ താജ്മഹൽ, ഹാവ് യു സീൻ ദ താജ്മഹൽ. ഇവിടെ ഡിഡ് യു സീ ദ താജ്മഹൽ എന്ന് വെച്ചാൽ താജ്മഹൽ കണ്ടായിരുന്നോ. അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ, ഒരു വ്യക്തി 2 ദിവസം മുൻപ് ഡൽഹിയിലേക്ക് പോയി തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ വീട്ടിലുള്ളവർ ചോദിക്കുകയാണ്, ഡൽഹിയിൽ പോയപ്പോൾ താജ്മഹൽ കണ്ടായിരുന്നോ. അപ്പോൾ ഡിഡ് യു സീ ദ താജ്മഹൽ എന്ന് ചോദിക്കാം. എന്നാൽ ഹാവ് യു സീൻ ദ താജ്മഹൽ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും താജ്മഹൽ കണ്ടിട്ടുണ്ടോ എന്നതാണ്. ഒരു ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാം. എന്നാൽ പാസ്റ്റിൽ ഒരു ആക്ഷൻ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കൂ. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞോ. ഹാസ് ഷീ സെഡ് യെസ് ഫോർ മാരേജ്, അവൾ വിവാഹത്തിന് യെസ് എന്ന് പറഞ്ഞോ. ഹാവ് ദേ ബൗട്ട് എ ന്യൂ ഹൗസ്, അവർ പുതിയ വീട് വാങ്ങിയോ. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ശ്രദ്ധിച്ചായിരുന്നോ? അതായത് നീ ഇന്നലെയാണോ ഹോംവർക്ക് ചെയ്തത്, അവൾ 2 ദിവസം മുമ്പാണോ വിവാഹത്തിന് സമ്മതം മൂളിയത് എന്ന് ഇവിടെ കഴിഞ്ഞൊരു സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ കഴിഞ്ഞൊരു ടൈമിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യാതെയാണ് ചോദിക്കുന്നതെങ്കിൽ ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങണോ അതോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള ഒരു ട്രിക്സ് ആണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കൂ. ഡിഡ് യു ഗെറ്റ് മാരീഡ് ലാസ്റ്റ് ഇയർ, നീ കഴിഞ്ഞ വർഷമാണോ വിവാഹം ചെയ്തത്. ഡിഡ് യു ടേൺ ഓഫ് ദ അലാം ഇൻ ദ മോർണിംഗ്, നീ രാവിലെ അലാം ഓഫ് ചെയ്തോ. ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ, നീ ഇന്നലെ എന്നെ വിളിച്ചിരുന്നോ. ഡിഡ് വി ഗോ ടു ദ മാർക്കറ്റ് ഓൺ ട്യൂസ്ഡേ, ഞങ്ങൾ ചൊവ്വാഴ്ച മാർക്കറ്റിൽ പോയോ. ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ലാസ്റ്റ് ഇയർ, ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, ഇന്നലെ, ഇങ്ങനെ കഴിഞ്ഞൊരു സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിച്ച് ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഗ്രാമർ റൂൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ആദ്യം ഡിഡ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം V1 ഫോം ഓഫ് ദ വെർബാണ് പറയേണ്ടത്. നെക്സ്റ്റ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ജസ്റ്റ്, എവർ, ഓൾറെഡി, യെറ്റ് ഇവയിൽ ഏതെങ്കിലും നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഹാസ് നിഷ ജസ്റ്റ് ഗോട്ട് ഹോം, നിഷ ഇപ്പോൾ വീട്ടിലെത്തിയോ. അതായത് തൊട്ട് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ജസ്റ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്നുപയോഗിച്ച് ചോദ്യം തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാവ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാത്തത് എന്നതിന് കാരണം സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ഉപയോഗിച്ചാണ് ചോദ്യം തുടങ്ങേണ്ടത്.
ഹാവ് യു എവർ വിസിറ്റഡ് ദ US? US-ൽ നീ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഹാവ് യു എവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് ഓൾറെഡി? ഇതിനകം നിങ്ങളുടെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക് ഓൾറെഡി? ഹാവ് യു കോൾഡ് ഹിം യെറ്റ്? ഇതുവരെ നീ അവനെ വിളിച്ചില്ലേ? ഹാവ് യു കോൾഡ് ഹിം യെറ്റ്? ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ജസ്റ്റ് എവർ ഓൾറെഡി യെറ്റ് ഉണ്ടെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിച്ച് ചോദ്യം തുടങ്ങാം. ഇത് കൂടാതെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഗ്രാമർ റൂൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ആദ്യം ഹാവ് അല്ലെങ്കിൽ ഹാസ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിഡ് ഉപയോഗിച്ചാണോ ഹാവ് ഉപയോഗിച്ചാണോ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത് എന്നുള്ള സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ പറയാം. അതായത് 2 വ്യക്തികൾ വീട് പൂട്ടി ഇറങ്ങുവാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഡൗട്ട്, എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ? വീട് പൂട്ടിയല്ലോ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ഇവിടെ ഹാവ് ഉപയോഗിച്ചാണോ ചോദിക്കുന്നത് അതോ ഡിഡ് ഉപയോഗിച്ചാണോ ചോദ്യം തുടങ്ങേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.